നിലവിൽ നമുക്കറിയാം കേരള പോലീസിൻ്റെ ഒരു മികവ് പല സാഹചര്യങ്ങളിലും നമുക്ക് തെളിഞ്ഞിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള കേസുകളൊക്കെ വളരെ മികച്ച രീതിയിലാണ് അന്വേഷിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ കുട്ടിയെ നേരം പുലരുന്നതിന് മുൻപ് തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വലിയ പുരോഗതി ഉണ്ട് എന്ന് തന്നെ ഈ അവസരത്തിൽ മനസ്സിലാക്കാം. കാരണം ആദ്യം നമുക്ക് ലഭിച്ച CCTV പ്രകാരം കുട്ടി റോഡിലേക്ക് ഇറങ്ങുന്ന ദൃശ്യമാണ് കണ്ടത്. അതേ തുടർന്ന് ഹൈവേയുടെ ഭാഗത്തേക്ക് പോകുന്നത് കണ്ടു. നിലവിൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു CCTV ദൃശ്യം പ്രകാരം ഈ കുട്ടി കഴക്കൂട്ടത്തേക്ക് നടന്നെത്തുക, മറ്റു മാർഗങ്ങളൊന്നും തന്നെ സ്വീകരിക്കാതെ നടന്നെത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുക കൂടി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടം അല്ലെങ്കിൽ തിരുവനന്തപുരം വിട്ടു പോകാനുള്ളൊരു സാധ്യത പോലീസ് തള്ളിക്കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു പക്ഷേ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു കൊണ്ടുള്ള അന്വേഷണത്തിലേക്കായിരിക്കും ഇനി പോവുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുനിൽ അനുവാനൂർ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. സുനിൽ, ഈ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വളരെ വലിയൊരു പുരോഗതി നിലവിൽ കാണുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു യോഗത്തിന് ശേഷം CCTVയിൽ കൂടുതൽ കേന്ദ്രീകൃതമായ ഒരു അന്വേഷണം നടത്താമെന്ന് തന്നെ ആയിരിക്കും പോലീസ് തീരുമാനിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ വളരെ അടുത്താണ്. ഒരുപക്ഷെ കുട്ടി വഴിതെറ്റി കഴക്കൂട്ടം സ്റ്റേഷനിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അവിടെ നിന്നും ഒരുപക്ഷെ മറ്റെവിടങ്ങളിലേക്കും സഞ്ചരിക്കാനുള്ളൊരു സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാൻ ആകുമോ ഈ സാഹചര്യത്തിൽ? അതായത് നേരത്തെ നമ്മൾ പരിശോധന നടത്തി, പാലക്കാട് വെച്ച് പരിശോധന നടത്തിയ ട്രെയിനിൽ RPF ഉദ്യോഗസ്ഥർ തുടർ പരിശോധനയ്ക്കായി 3 RPFിൻ്റെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഓരോ ബോഗിയിലും, അതായത് ഇപ്പോൾ സ്ലീപ്പറിലാണ് പരിശോധന നടത്തുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും AC കോച്ചിലേക്ക് കയറി പരിശോധന നടത്തി കോയമ്പത്തൂർ വരെ പരിശോധന നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം AC കോച്ച് ഓരോ കോച്ചിലും പരിശോധന നടത്തുന്നതിന് തടസ്സമില്ലാത്തൊരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഒരു കാര്യം വളരെ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ഈ രാത്രിയാണ് പരിശോധന നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടാണ്. കാരണം പലരും ഉറങ്ങിയിട്ടുണ്ടാകും. അങ്ങനെ ഉറങ്ങുന്നവരെ വിളിച്ചുണർത്തി അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും RPF ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധന ഓരോ ബോഗിയിലും നടത്തുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും വരുന്ന ട്രെയിനുകളെല്ലാം തന്നെ പരിശോധിക്കാനായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട്. ഇനി രാത്രി എത്തുന്ന എക്സ്പ്രസ് ട്രെയിനുകൾ, കാരണം നേരത്തെ ഏതെങ്കിലും മാർഗ്ഗത്തിലൂടെ ഏതെങ്കിലും സ്റ്റേഷനിലേക്ക് പോയി തിരികെ വരികയാണെങ്കിൽ, ഈ കുട്ടി തിരികെ വരികയാണെങ്കിൽ അങ്ങനെ വരുന്ന ട്രെയിനുകളുണ്ട്. ഇനി നാഗർകോവിലിൽ നിന്ന് രാത്രി എത്തുന്ന ട്രെയിൻ, ഗുരുവായൂർ എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകളുണ്ട്. ആ ട്രെയിനുകളും അതുപോലെ തന്നെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്ന ട്രെയിനുകൾ, ഈ ട്രെയിൻ പരിശോധിക്കാനായിട്ടാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകൾ നടക്കുമെന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് വരുന്ന പുതിയ CCTV ദൃശ്യങ്ങൾ പ്രകാരം കുട്ടി കൃത്യമായി ആ റോഡിലൂടെ നടന്നു പോകുന്നത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ ഉണ്ട്. നടന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക്, കഴക്കൂട്ടത്തിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഡയറക്ഷൻ. ക്യാമറയുടെ വിഷ്വൽസ് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അത്തരത്തിൽ കുട്ടി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ കുട്ടിയുടെ കയ്യിൽ പണം കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 50 രൂപ മാത്രമേ ഉണ്ടായിരുന്നു എന്നതാണ് അമ്മ പറയുന്നത്. പക്ഷേ അതിൽ കൂടുതൽ പണം ഉണ്ടായിരുന്നോ എന്നുള്ളത് നമുക്ക് പിന്നീട് മാത്രമേ, ഇനി അത് പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ആ കുട്ടിയുടെ സഞ്ചാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായി അത് വേഷം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബാഗൊക്കെ എടുത്തുകൊണ്ടാണ് കുട്ടി മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിശോധനയും പോലീസിൻ്റെ ഭാഗത്ത് നടത്തേണ്ടതുണ്ട്. അത് നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം, സമയം വളരെ വൈകിയിരിക്കുന്നു എന്നുള്ളതാണ്. 14 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഈ കുട്ടി മിസ്സായിട്ട്. അപ്പോൾ ആ സമയം, അതിനുശേഷം പോലീസിന് വിവരം ലഭിച്ച ആ മൊമെൻ്റ് മുതൽ തന്നെ പോലീസ് വളരെ ഫലപ്രദമായ രീതിയിൽ കൃത്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എല്ലാ തരത്തിലും എവിടെയെങ്കിലും കുട്ടിയുണ്ട് എങ്കിൽ അത്തരത്തിൽ കണ്ടെത്താനുള്ള ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഈ കുട്ടി താമസിക്കുന്ന വീടിന് സമീപ പ്രദേശത്തോ അല്ലെങ്കിൽ മറ്റ് ഈ ചുറ്റുപാടുള്ള സ്ഥലത്തോ പരിശോധിക്കുന്നതിന് ഈ രാത്രി ആയതുകൊണ്ട് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം അത്തരത്തിലുള്ള ഒരു ഫോഴ്സിനെ ഇറക്കിക്കൊണ്ട് രാത്രികാലം പരിശോധിക്കുന്നത് അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായി തന്നെ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ
മുൻഗണന നൽകുന്നത് ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ്. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലും ഇപ്പോൾ പരിശോധന പോലീസിൻ്റെ പ്രത്യേക സ്ക്വാഡ് പരിശോധന നടത്തുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് നൈറ്റ് പെട്രോളിംഗ് ഉള്ള ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നൈറ്റ് പെട്രോളിങ്ങിന് പോകുന്ന പോലീസ് വാഹനങ്ങളിൽ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിൽ സംശയാസ്പദമായ രീതിയിൽ കുട്ടികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായി അറിയിക്കണമെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. DCPയുടെ മീറ്റിങ്ങിനകത്ത് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ആ നിർദ്ദേശവും പങ്കുവച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ സമഗ്രമായ രീതിയിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. 13 വയസ്സുള്ള കുട്ടിയാണ്, പെൺകുട്ടിയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ 10 മണിക്ക് ശേഷം കുട്ടി മിസ്സായിരിക്കുന്നു, 14 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു എന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള പരിശോധനയ്ക്കും തയ്യാറായി തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന പരിശോധന ബസ് സ്റ്റാൻഡിൽ നടക്കുന്നുണ്ട്, അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ കുട്ടി താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വളരെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിരവധി ട്രെയിനുകൾ പ്ലാറ്റ്ഫോമിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. മറ്റ് ദിവസങ്ങളിൽ സർവീസ് നടത്തേണ്ട ട്രെയിനുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ട്രെയിനുകളിനകത്ത് പരിശോധന നടത്തുന്ന ഒരു പ്രക്രിയയിൽ ഇപ്പോൾ പോലീസ് പോയിട്ടുണ്ട്. അതിന് തുമ്പ പോലീസ് സ്റ്റേഷനിൽ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ അത്തരത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഇപ്പോൾ ഫലപ്രദമായിട്ടുള്ള രീതിയിലുള്ള പരിശോധനയാണ് പുരോഗമിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ കുട്ടിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ ദയവായി ഈ കാണുന്ന നമ്പറിൽ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എവിടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായി പോലീസിൻ്റെ നമ്മുടെ ഇതിലും നമ്മുടെ ചാനലിലും ഇപ്പോൾ ഈ നമ്പർ കാണിക്കുന്നുണ്ട്. ആ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വിളിച്ച് വിവരം അറിയിക്കാവുന്നതാണ്. കാരണം എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഇങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് ആ കുട്ടിയെ കണ്ടെത്താനായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകാൻ പറ്റൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി 1:27 കൂടിയാണ് ഈ അറോണ എക്സ്പ്രസ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുക. അപ്പോൾ 1:27 വരെ ഇവർ പരിശോധന തുടരും. അതിനുശേഷം ട്രെയിൻ വിട്ടു കഴിഞ്ഞാൽ കൂടുതൽ പരിശോധന എന്ന് പറയുന്നത് വളരെ പ്രായോഗിക തലത്തിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഡ്യൂട്ടിയിലുള്ള RPF ഉദ്യോഗസ്ഥർ, കാരണം ഇത് സ്റ്റേറ്റ് വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട് കഴിഞ്ഞ് അടുത്ത സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ മറ്റ് ഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ഭാഷ കൈകാര്യം ചെയ്യുന്ന RPFിലെ ഉദ്യോഗസ്ഥരായിരിക്കും ഇതിനകത്ത് ഡ്യൂട്ടിക്ക് വരിക. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ അത്തരത്തിൽ കോയമ്പത്തൂർ വരെ കൃത്യമായ പരിശോധന എല്ലാ ബോഗികളിലും നടത്താനായിട്ടുള്ള നിർദ്ദേശം ആണ് ഇപ്പോൾ RPFന് നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് RPF ഉദ്യോഗസ്ഥർ ഈ ട്രെയിനിനകത്തുള്ള ഓരോ ബോഗിയും ഇപ്പോൾ പരിശോധിച്ച് അവർ മുന്നോട്ട് പോകുന്നത്. വ്യാപകമായിട്ടുള്ള പരിശോധന തന്നെയാണ് തലസ്ഥാനം കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിശോധന എന്ന് പറയുന്നത്. ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും അതുപോലെ മറ്റ് ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും നടത്താനുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കാരണം ഇനി നമുക്ക് ചിലപ്പോൾ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ചിലപ്പോൾ സാധാരണ കുട്ടികൾ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോകുമ്പോൾ പരിസര പ്രദേശത്ത് എവിടെയെങ്കിലും ഇരിക്കാറുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ടതാണ്. കാരണം ഈ കുട്ടി ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് അമ്മയുമായിട്ട് അല്ലെങ്കിൽ സഹോദരിയുമായിട്ടൊക്കെ വഴക്കിട്ട് പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പ്രതീക്ഷ നമുക്ക് വെച്ചു പുലർത്തേണ്ടതാണ്. സമീപ പ്രദേശത്തോ ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് ഉണ്ടോ എന്നുള്ളത്. ഇതൊക്കെ ഒരു സ്ഥിരീകരണം നമുക്ക് വരണമെങ്കിൽ മണിക്കൂറുകളിൽ മാത്രമേ അത്തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് പോകാനായി പറ്റുകയുള്ളൂ. കാരണം ഏറ്റവും ഇതിനെല്ലാം പ്രധാനമായിട്ടുള്ളൊരു ഘടകമെന്ന് പറയുന്നത് സമയം വൈകി എന്നുള്ളതാണ്. കാരണം ഈ ഒരു സമയത്ത് ഏതു തരത്തിലുള്ള ഒരു തിരച്ചിലിൽ പോയാലും അത് നമുക്ക് എല്ലാവരുടെയും ഒരു സാന്നിധ്യത്തിലേക്ക് വരാനായിട്ട് സാധിക്കില്ല. കാരണം പരിസരവാസികളോ അല്ലെങ്കിൽ നാട്ടുകാരോ ഇറങ്ങി പോലീസിനൊപ്പം നിന്നുകൊണ്ട് തിരച്ചിൽ നടത്തണമെങ്കിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് വൈകിയ ഒരു സമയമായി എന്നുള്ളത് നമുക്ക് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കേണ്ടതാണ്. ഏതായാലും കുട്ടിയെ ലഭിക്കുന്നത് വരെ ഇപ്പോൾ പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത്. കാരണം ഈ പറയുന്ന തരത്തിൽ, അതായത് ഫലപ്രദമായി എവിടെയൊക്കെയാണോ ഈ രാത്രിയിൽ പരിശോധന നടത്താൻ പറ്റുന്നത് ആ സ്ഥലങ്ങളിലെല്ലാം കൃത്യമായ പരിശോധന നടത്താനാണ് പോലീസിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നന്ദു.